ഹലോ മക്കളെ, നമ്മൾ ഫിസിക്സിലെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭാഗമായിരുന്നല്ലോ നമ്മുടെ ലാസ്റ്റ് ഒരു ലൈവ് ക്ലാസ്. നമ്മൾ യൂട്യൂബ് കിടപ്പുണ്ട്, നമ്മുടെ ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. സോ അവിടെ നമ്മൾ എന്താണ് സ്ലോപ്പ്, ഒരു കർവിൽ നിന്ന് എങ്ങനെ സ്ലോപ്പ് എടുക്കാം, എക്സ് ടി ഗ്രാഫ്, ഇത്രയും വിഷയങ്ങളാണ് നിങ്ങൾ അവിടെ കണ്ടത് അല്ലേ? യെസ് ഓർ നോ? യെസ്. എന്തായിരുന്നു പറഞ്ഞത്? യെസ്, സിമ്പിൾ ആയിട്ട് നമ്മൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഈ ലൈന് ഹൊറിസോണ്ടൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനും ഈ ലൈനും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടാവും അല്ലെ? അത് ആന്റി ക്ലോക്ക് വൈസിൽ നിങ്ങൾ മെഷർ ചെയ്യാൻ തീറ്റ അല്ലെ? സോ ഇവിടെ അക്യൂട്ട് ആംഗിൾ ആണ്, 90യേക്കാൾ ബിലോ ആണ്. സോ ദാറ്റ് ഈസ് ടാൻ തീറ്റ. അതാണ് നിങ്ങൾ സ്ലോപ്പ് ആയിട്ട് പറയേണ്ടത് അല്ലെ? ഇതേ ഗ്രാഫ് തന്നെ ലൈൻ ഒരുപക്ഷെ ഇങ്ങനെയാണെങ്കിലോ 90ക്ക് എബോവ് ആണെങ്കിലോ ദാറ്റ് ഈസ് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. സോ ടാൻ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിലേ വരുള്ളൂ? നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ വരുള്ളൂ അല്ലെ? ടാൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. നമ്മൾ മുന്നേ കണ്ടവരാ അല്ലെ? യെസ്. പിന്നീട് നമ്മൾ കണ്ടൊരു കാര്യം എന്താണ്? സ്ലോപ്പിനെ പറ്റി ഇത്രയും പറഞ്ഞു. കൂടാതെ വേറെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പൊസിഷൻ ടൈം ഗ്രാഫ് പറഞ്ഞു. പിന്നെ ഒരു കർവിൽ നിന്ന് എങ്ങനെ സ്ലോപ്പ് എടുക്കുക, അതൊരു കർവ് ആണെങ്കിൽ എങ്ങനെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം? യെസ്, ജസ്റ്റ് ഒരു ടാൻജന്റ് വരയ്ക്കുക. ഈ ടാൻജന്റ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പോസിറ്റീവ് എക്സ് ഡയറക്ഷനുമായിട്ട് ഒരു ആംഗിൾ തീറ്റ ഉണ്ടാക്കും അല്ലെ? θ1. സോ ടാൻ θ1 ആയിരിക്കും ഈ പോയിന്റിലുള്ള സ്ലോപ്പ്. ഇനി ഇവിടെ എടുത്തു കഴിഞ്ഞാലോ ജസ്റ്റ് ടാൻജന്റ് വരയ്ക്കുക, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ നോക്കുക, അവിടുന്ന് ആന്റി ക്ലോക്ക് വൈസ് ആംഗിൾ മെഷർ ചെയ്യുന്നു. സോ θ2 ടാൻ θ2 ആണ് ഈ പോയിന്റിലുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് അല്ലെ? യെസ്, ഈ കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ് കണ്ടവരാണ്. ഓക്കെ പ്രിയ മക്കളെ, ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, നോക്കുക. ആദ്യം തന്നെ ഞാനൊരു ഗ്രാഫ് എടുക്കുന്നു. ഓക്കെ സോ നമുക്കറിയാം വെലോസിറ്റിയും ആക്സിലറേഷനും സെയിം ഡയറക്ഷനിലാണെങ്കിൽ സ്പീഡ് കൂടുന്നു, വെലോസിറ്റി കൂടുന്നു. എന്താ പറഞ്ഞത്? വെലോസിറ്റിയും ആക്സിലറേഷനും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ സ്പീഡ് കൂടും. വെലോസിറ്റിയും ആക്സിലറേഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ സ്പീഡ് കുറയും. ഓക്കെ, സോ ഇവിടെ നോക്കി നിങ്ങൾ, ദിസ് ഈസ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണ്. ഇത് തൽക്കാലം നിങ്ങളെ സൗകര്യത്തിൽ പോസിറ്റീവ് വെലോസിറ്റി ആണ്. സൈൻ എന്താ? ഇവിടെ പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. എന്നാൽ ഈ ഡയറക്ഷനിൽ തന്നെ ആക്സിലറേഷൻ മാർക്ക് ചെയ്തു. എന്നാൽ ഒരു ഒബ്ജക്റ്റ് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഒരു ആക്സിലറേഷൻ അതേ ഡയറക്ഷനിൽ കിട്ടാന്ന് പോലെ സം അഡീഷണൽ ഫോഴ്സ് കിട്ടാന്ന് ഓർക്ക് അല്ലെ? MA അല്ലേ ഫോഴ്സ്? സോ ഫോഴ്സും മോഷനും ഒരേ ഡയറക്ഷനിലാവുമ്പോൾ മോഷൻ എന്ത് ചെയ്യും? പുഷ് കിട്ടുമ്പോൾ എന്താ? സ്പീഡ് കൂടുകയല്ലേ ചെയ്യുക. അങ്ങനെ ആലോചിക്കുക. എന്നാൽ വെലോസിറ്റി എന്താണ്? ഒരു ഡയറക്ഷനിലാണ്. എന്താണ്? അതുപോലെ തന്നെ എന്താണ്? ആക്സിലറേഷനും സെയിം ഡയറക്ഷൻ ആണ്. സോ വെലോസിറ്റി -v ആണ്, ആക്സിലറേഷനും -a എന്ന് എടുത്താൽ സൗകര്യത്തിന് വേണ്ടി രണ്ടെന്താ ഒരേ ഡയറക്ഷൻ എന്നാണ് കാണിക്കുന്നത് അല്ലെ? -v -a രണ്ടിനും സെയിം സൈൻ ആണ്, സെയിം ഡയറക്ഷൻ ആണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? സ്പീഡ് കൂടാന്ന് അർത്ഥം, സ്പീഡ് കൂടുന്ന അർത്ഥം. ഇവിടെ എന്താണ്? സ്പീഡ് കൂടുന്നു. ഇവിടെയോ? സ്പീഡ് കൂടുന്നു. അതായത് രണ്ടിനും ഒരേ സൈൻ കാണുന്നുണ്ടെങ്കിൽ സ്പീഡ് കൂടുകയാ. അപ്പൊ ഇവിടെ ആക്സിലറേഷൻ നെഗറ്റീവ് ആകുമ്പോൾ നമ്മുടെ മനസ്സിലോട്ടേക്ക് ഒരു ചിന്താഗതി വരും, ദിസ് ഈസ് റിട്ടാർഡേഷൻ. തെറ്റാണ്, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്, അപ്പോൾ സ്പീഡ് മോഷനും എന്താണ്? അതേ ഡയറക്ഷനിലാണെങ്കിൽ എന്തായിരിക്കും? യെസ്, അവിടെ സ്പീഡ് കൂടുന്നതായിട്ട് പറയേണ്ടി വരും, വെലോസിറ്റി കൂടുന്നതായിട്ട് പറയേണ്ടി വരും. അവിടെ -a അല്ല, അത് ആക്ച്വലി അല്ല, റിട്ടാർഡേഷൻ അല്ല, അത് ആക്സിലറേഷൻ ആയിട്ട് കൺവേർട്ട് ആയിക്കോളും എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് പോസിറ്റീവ് ആക്സിലറേഷൻ, ദാറ്റ് മീൻസ് സ്പീഡ് കൂട്ടുന്ന ആക്സിലറേഷൻ. ഓക്കെ, സോ ഇനി എന്താണ്? ഇവിടെ നിങ്ങൾക്ക് എന്താണ്? വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ്, ഒരു ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ് ഇങ്ങോട്ടേക്കാണ്, അതിന്റെ എതിർ ദിശയിൽ നിങ്ങൾക്ക് എന്താണ്? ഒരു ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്ത ഒരു ഒബ്ജക്റ്റിന് അതിന്റെ എതിർ ദിശയിൽ ഒരു ആക്സിലറേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് കുറഞ്ഞു വരിക എന്നാണ് അർത്ഥം, സ്പീഡിനെ കുറയ്ക്കുക എന്നാണ് അർത്ഥം. സോ അതിനർത്ഥം എന്താ? വെലോസിറ്റിയും ആക്സിലറേഷനും ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഇത് നിങ്ങൾ പ്ലസ് എന്ന് എടുത്താൽ ഇതിനെന്താ എടുക്കാം? -a ആണ് അല്ലെ? അപ്പൊ പ്ലസ് മൈനസ്. ഇനി ഈ വെലോസിറ്റിയുടെ ഡയറക്ഷൻ നിങ്ങൾ അങ്ങോട്ട് സൗകര്യത്തിന് മൈനസ് എന്ന് വിചാരിച്ചു, അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് എന്തായിരിക്കും? അതിന് എതിർ ദിശ എന്നുള്ള അർത്ഥത്തിൽ പോസിറ്റീവ് എന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഓപ്പോസിറ്റ് സൈൻ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? സ്പീഡ് കുറയുന്നതായിട്ടാണ് കാണുന്നത്, വെലോസിറ്റി കുറയും. മറ്റൊടുത്തോ സെയിം ഡയറക്ഷനിലാണെങ്കിൽ എന്താണ്? സ്പീഡ് കൂടും. ഓക്കെ, ഇപ്പൊ നമുക്ക് -v എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ ഡയറക്ഷൻ നെഗറ്റീവിലാണ് കൺസിഡർ ചെയ്തു. ഒരു ഡയറക്ഷൻ ഞാൻ പേര് കൊടുത്തു, നെഗറ്റീവ് ഡയറക്ഷൻ.
അതേ ഡയറക്ഷനിൽ തന്നെ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ മൈനസ് എ ഉണ്ടെങ്കിൽ അവിടെ സ്പീഡ് കൂടുന്നു എന്ന് മനസ്സിലാക്കണം അല്ലെ. ദാറ്റ്സ് ഓൾ. സോ സെയിം സൈൻ ആണെങ്കിൽ പോസിറ്റീവ്, അതായത് ആക്സിലറേഷനും വെലോസിറ്റിയും സെയിം സൈനുകളാണ് വരുന്നതെങ്കിൽ പ്ലസ് പ്ലസ് മൈനസ് മൈനസ് അവിടെ വെലോസിറ്റി കൂടും. എന്നാൽ വെലോസിറ്റിയും ആക്സിലറേഷനും ഓപ്പോസിറ്റ് സൈൻസ് വന്നാൽ അവിടെ അതിന്റെ അർത്ഥം എന്താ? യെസ്, അവിടെ സ്പീഡ് കുറയുന്നതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഫൈൻ. സോ മക്കളെ, നമുക്ക് കുറച്ച് പൊസിഷൻ ടൈം ഗ്രാഫിനെ പറ്റി നമ്മൾ ആധികാരികമായിട്ട് അവിടെ കണ്ടു അല്ലെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ യൂട്യൂബിൽ അത് കാണാത്തവരുടെ കാണാം, അവിടെ കിടപ്പുണ്ട് ഫസ്റ്റ് പാർട്ട്. ഇനി നമ്മൾ കാണുന്നത് പൊസിഷൻ ടൈം ഗ്രാഫിന് ശേഷം കാണാൻ പോകുന്നതിന് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. വെരി സിമ്പിൾ. ഫസ്റ്റ് ഒരു ഗ്രാഫ് എടുത്ത് ഞാൻ കാണിക്കാം. ദിസ് ഈസ് ടൈം ആക്സിസ്, ദിസ് ഈസ് യുവർ വെലോസിറ്റി ആക്സിസ്. സോ ഓരോ ടൈമിലും T1, T2, T3, T4 അല്ലെ, ടൈം മുന്നോട്ടേക്കാണ് സഞ്ചരിക്കുന്നത്. ടൈമിന്റെ ഡയറക്ഷൻ എപ്പോഴും ഇങ്ങോട്ടേക്കാണ് പറയുന്നത്. സോ T1, T2, T3, T4 എല്ലാ സമയത്തും വെലോസിറ്റി നിങ്ങൾക്ക് ഒരു ഫിക്സഡ് വാല്യൂ തന്നെ വരുന്നുണ്ടെങ്കിൽ വെലോസിറ്റി യൂണിഫോം ആണ്. ഇവിടെ വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ്, VT ഗ്രാഫിന്റെ സ്ലോപ്പ് നിങ്ങൾക്ക് തരുന്നത് ആക്സിലറേഷനെയാണ്. നോക്കുക, dv/dt അല്ലെങ്കിൽ എന്താണ്? VT ഗ്രാഫിന്റെ സ്ലോപ്പ് ഓഫ് VT ഗ്രാഫ് നിങ്ങൾക്ക് തരുന്നത് ആക്സിലറേഷനെയാണ്. അല്ലെങ്കിൽ dv/dt എന്താണ്? ആക്സിലറേഷനെയാണ്. XT ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തായിരുന്നു മക്കളെ? യെസ്, എന്തായിരുന്നു? വെലോസിറ്റി ആയിരുന്നു. ds/dt വെലോസിറ്റി. ഇവിടെ നിങ്ങൾക്ക് VT ഗ്രാഫ് ആണ്. VT ഗ്രാഫിന്റെ സ്ലോപ്പ് നിങ്ങൾക്ക് തരുന്നത് ആക്സിലറേഷൻ ആണ്. സോ ഇവിടെ നിങ്ങൾ ഗ്രാഫ് നോക്കൂ. ഒരു ഒബ്ജക്ട് റെസ്റ്റിലാണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുന്നു, സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ്? 0 ആണ് കിട്ടുക. അല്ലെങ്കിൽ ഇവിടെ ഈ ലൈൻ എന്താണ്? പോസിറ്റീവ് എക്സ് ഡയറക്ഷനുമായിട്ട് ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, തീറ്റ 0 ആണ്. സോ ടാൻ 0 ആയിട്ട് മാറും. സ്ലോപ്പ് 0 ആണ്. ദെയർഫോർ ആക്സിലറേഷൻ എന്താണ്? 0 ആണ്. ഓക്കെ, സോ ഇവിടെ ആക്സിലറേഷന്റെ വാല്യൂ എന്താ? യെസ്, 0 ആയിട്ട് കാണാം. മറ്റൊരു ഗ്രാഫ് നോക്കുക. യെസ്, this is velocity time graph. Okay, fine. So ഈ ഗ്രാഫ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മക്കളെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇവിടെ നിങ്ങൾക്ക് എന്തായിരിക്കും വെലോസിറ്റി എന്ന് പറയുന്നത്? വെലോസിറ്റി എന്താ? ഓരോ ടൈമിലും വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുകയല്ലേ? യെസ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുകയാണ്. ഓക്കെ, സോ കൂടാതെ നിങ്ങൾ നോക്കണോ, ഇവിടെ ആക്സിലറേഷന്റെ വാല്യൂ എന്താ? VT ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ ആണ്. ഇതൊരു കർവാണല്ലോ. കർവ് നിങ്ങൾ എന്ത് ചെയ്യണം? ടാൻജന്റ് വരച്ചു വെക്കണം. ദിസ് ഈസ് θ1. സോ ഇവിടെ ഇതെടുത്തു കഴിഞ്ഞാൽ θ2. ഇവിടെ നിങ്ങൾ θ2 മാർക്ക് ചെയ്യുന്ന തന്നെയാണല്ലോ ഇവിടെ അല്ലേ? യെസ്, ദിസ് ഈസ് θ3 അല്ലേ? θ3. സോ θ1, θ2, θ1, θ2, θ3 ഇങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം, θ1നേക്കാളും കൂടും θ2, θ2നേക്കാളും കൂടും θ3. അപ്പൊ ഇവിടെ ആംഗിൾസ് എന്ത് ചെയ്യാണ്? കൂടി വരുന്നു. സോ ടാൻ വാല്യൂ എന്ത് ചെയ്യാണ്? കൂടുന്നു മനസ്സിലാക്കാം അല്ലെ? തീറ്റ കൂടുമ്പോൾ ടാൻ വാല്യൂ കൂടുന്നു. കൂടാതെ ഇവിടെ നിങ്ങൾക്കെല്ലാം അക്യൂട്ട് ആംഗിൾസ് അല്ലേ? 90യേക്കാൾ ബിലോ വരുന്ന ആംഗിൾസ് ആണ് കാണുന്നത്. സോ ആക്സിലറേഷൻ എന്തിലായിരിക്കും വരിക? പോസിറ്റീവിലായിരിക്കും. ആക്സിലറേഷൻ എന്തായാലും നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. എന്താണ്? നോൺ യൂണിഫോം റേറ്റ് ആണ്. വേറെന്താ പറയുന്നത്? നോൺ യൂണിഫോം ആണ്. പിന്നെന്ത് പറയാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ? യെസ്, ആക്സിലറേഷന്റെ വാല്യൂ എന്താണ്? അക്യൂട്ട് ആംഗിൾസ് ആയതുകൊണ്ട് പോസിറ്റീവ്. പിന്നെ വെലോസിറ്റി എങ്ങനെയാണോ? ഏത് ടൈമിലും ഏത് ഇൻസ്റ്റന്റിലും വെലോസിറ്റി പോസിറ്റീവ് സൈനിലല്ലേ കാണുന്നത് അല്ലെ? പോസിറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ട് എല്ലാം എന്താണ്? പോസിറ്റീവ് വാല്യൂസ് ആണ്. സോ വെലോസിറ്റി ഇവിടെ എന്താണ്? പോസിറ്റീവ് ആണ്. സോ എയും വിയും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് എന്താണ്? വെലോസിറ്റി ഇവിടെ കൂടുന്നതായിട്ട് പറയാം. അതല്ലെങ്കിൽ ഗ്രാഫ് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാം, ഓരോ പോയിന്റിലും ഓരോ ടൈമിലും എന്താണ്? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നു, സ്പീഡ് കൂടുന്നു എന്നും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇതാണ് ഗ്രാഫിന്റെ പ്രത്യേകത അല്ലെ? നോൺ യൂണിഫോം ആക്സിലറേറ്റർ ആണ്, ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്, വെലോസിറ്റി പോസിറ്റീവ് ആണ്, സ്പീഡ് കൂടുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. നെക്സ്റ്റ് ഒരു ഗ്രാഫ് എടുക്കാം. ദിസ് വൺ. ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾ, ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താ അല്ലെ? ഇതെന്താണ്? ഒരു പരാബോളയാണ്. അതിലൊരു ഹാഫ് സെക്ഷൻ ഇങ്ങനെ ഇൻവേർട്ടഡ് ഡൗൺവേർഡ് ഡയറക്ഷൻ അല്ലെ? സോ അത് വെലോസിറ്റി ഗ്രാഫാണ്, VT ഗ്രാഫാണ് അല്ലെ? VT ഗ്രാഫിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾ ഈ ഒരു പോയിന്റ് എടുത്തു. ഇവിടെ എന്തായിരിക്കും? ദിസ് ഈസ് യുവർ θ1 എടുക്കാം അല്ലെ? ഇനി ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലോ? ദിസ് ഈസ് യുവർ θ2 അല്ലെ? അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അർത്ഥം എന്താണോ? θ1, θ2, θ3 ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താ? ഈ θ1, θ2, θ3 ഈ ആംഗിൾ എന്ത് ചെയ്യാണ്? കൂടി വരികയല്ലേ? ടൈം മുന്നോട്ടേക്കാണ്. സോ ഈ ടൈമിൽ എന്തായിരിക്കണം? ഫസ്റ്റ് ഇതാണ് നോക്കേണ്ടത്. ഈ പോയിന്റിൽ ഇവിടെ ഒരു ചെക്ക് ചെയ്ത് നോക്കണം θ1. നെക്സ്റ്റ് ടൈം എന്താണ്? ഇവിടെ എത്തും. ഈ ടൈമിൽ എന്തായിരിക്കും? യെസ്, എന്തായിരിക്കും നോക്കുക. ഇവിടെ ഈ ടൈമിൽ എന്തായിരിക്കും? യെസ്, ഇവിടെ ഒരു ടാൻജന്റ് വരച്ച് നോക്കണം ഇങ്ങനെ.
സോ θ1, θ2, θ3 നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ തീറ്റയുടെ വാല്യൂ ഇവിടെ എന്ത് ചെയ്യാണ്, കുറഞ്ഞു വരിക ചെയ്യുന്നത്. തീറ്റയുടെ വാല്യൂ എന്ത് ചെയ്യാണ്, കുറയുന്നതായിട്ട് കാണാം. തീറ്റയുടെ വാല്യൂ കുറയുന്നതായിട്ട് കാണാം. ഓക്കെ ഫൈൻ. സോ ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. കൂടാതെ θ1, θ2, θ3 നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവയെല്ലാം ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, 90യേക്കാൾ എബോവ് ആണ്. സോ 90ക്ക് എബോവ് എടുക്കുമ്പോൾ tan θ1ഉം tan θ2 കണ്ടുപിടിച്ചാൽ നെഗറ്റീവിലാണ് വരിക. സോ വി ടി ഗ്രാഫ് ആണ്. വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് നിങ്ങൾക്ക് തരുന്നത് ആക്സിലറേഷൻ ആണ്. സോ ഇവിടെ നിങ്ങൾ എടുത്തു നോക്കിയ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ സൈൻ എന്തിലേ വരാൻ പാടുള്ളൂ, നെഗറ്റീവിലെ വരാൻ പാടുള്ളൂ. ഓക്കെ, ഇവിടെ ഓരോ പോയിന്റിലും ആക്സിലറേഷന്റെ വാല്യൂ ഡിഫറെന്റ് ആണ്. ആക്സിലറേഷൻ ഇസ് നോട്ട് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എന്താണ്, നോട്ട് യൂണിഫോം ആയിട്ട് കാണാം. ആക്സിലറേഷൻ ഈസ് നോട്ട് യൂണിഫോം ആണ് അല്ലെ. നെക്സ്റ്റ് എന്താണ്, കൂടാതെ ഇനി എന്ത് പറയാൻ പറ്റും, വെലോസിറ്റി എന്താ സൈൻ നോക്കിയേ. ഓരോ പോയിന്റിലും വിയുടെ സൈൻ എന്താ, പോസിറ്റീവ് ഡയറക്ഷനിലല്ലേ. വെലോസിറ്റി എന്തിലാണ്, പോസിറ്റീവിലാണ്. ആക്സിലറേഷൻ നെഗറ്റീവും വെലോസിറ്റി പോസിറ്റീവും ആണെങ്കിൽ, രണ്ട് ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ സ്പീഡ് എന്ത് ചെയ്യണം, ഇവിടെ കുറയണം. സ്പീഡ് എന്ത് ചെയ്യണം, കുറയണം എന്ന് നമ്മൾ മുന്നേ കണ്ടു. ഓക്കെ ഫൈൻ. ഇതാണ് ഈ ഗ്രാഫിന്റെ നേച്ചർ. ഇത്രയൊക്കെയാണ് അല്ലെ. നെഗറ്റീവിലാണ്, നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണ്, വെലോസിറ്റി പോസിറ്റീവിലാണ്, വെലോസിറ്റി കുറയുന്നതായിട്ട് പറയാം. സോ ഇവിടെ എന്താണ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. അല്ലെ നോക്ക്, നിങ്ങൾ ഓരോ ടൈം കഴിയുന്നതോറും വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരികയല്ലേ അല്ലെ, താഴോട്ടേക്കല്ലേ വരുന്നത് അല്ലെ. ഇവിടെത്തുമ്പോൾ ഇവിടേക്ക് വരും, ഇവിടെത്തുമ്പോൾ ഇവിടേക്ക് വരും അല്ലെ. സോ വെലോസിറ്റി കുറയുന്നതായിട്ട് അങ്ങനെയും നോക്കിയിട്ട് പറയാം. ഓക്കെ ഫൈൻ. ഇനി അടുത്തൊരു ഗ്രാഫ് നോക്കുക, ദിസ് വൺ. ഈ ഒരു ഗ്രാഫ് നോക്കൂ നിങ്ങളോ. ഓക്കെ ഫൈൻ. ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പോയിന്റ്, ദിസ് ഈസ് വി ടി ഗ്രാഫ്, ഓരോ ടൈമിലും ഓരോ പോയിന്റിലും എന്താണ്, ഇവിടെ തീറ്റ, ഇവിടെ തീറ്റ, ഇവിടെ തീറ്റ അല്ലെ. ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ്. സോ ഇവിടൊക്കെ ആംഗിൾ നോക്കുമ്പോൾ എല്ലാം എന്താണ്, സ്ലോപ്പ് സെയിം ആണ് എന്ന് പറയേണ്ടി വരും. തീറ്റ എല്ലാ പോയിന്റിലും തീറ്റ സെയിം അല്ലേ. സോ ഇവിടെ സ്ലോപ്പ് സെയിം ആണെങ്കിൽ വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. ഇവിടെ ആക്സിലറേഷൻ എന്താണ്, യൂണിഫോം ആണ്. സ്ലോപ്പ് സെയിം ആയതുകൊണ്ട് ആക്സിലറേഷൻ സെയിം ആണ്, യൂണിഫോം ആണ്, സെയിം ആണ്. ആക്സിലറേഷൻ ഇവിടെ എന്താണ്, നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആണ്. യൂണിഫോം ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ബോഡിയാണ് അല്ലെങ്കിൽ മോഷൻ. സോ ഇവിടെ വി ടി ഗ്രാഫിന് അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. സോ ഇനി നോക്കൂ, ആക്സിലറേഷൻ എന്താണ്, പോസിറ്റീവ് ആണ്. ആക്സിലറേഷൻ എന്തിൽ തന്നെയാണ്, നോക്കൂ ഇതിനൊക്കെ എന്താണ്, അക്യൂട്ട് ആംഗിൾസ് ആയതുകൊണ്ട് സ്ലോപ്പ് എന്തിലേ വരുള്ളൂ, പോസിറ്റീവിലാണ്. ആക്സിലറേഷൻ നിങ്ങൾക്ക് പോസിറ്റീവിലാണ്. സോ വെലോസിറ്റി എപ്പോഴും എന്താണ്, സൈൻ എന്താണ്, വെലോസിറ്റി എല്ലാം പോസിറ്റീവ് ആക്സിസിലല്ല കിടപ്പുള്ളത്. സോ വെലോസിറ്റിയുടെ സൈൻ എന്താണ്, പോസിറ്റീവ് ആണ്. സോ ഇവിടെ എന്തായിരിക്കും, സ്പീഡ് കൂടുകയല്ലേ. യെസ് നോക്ക്, ഓരോ ടൈമിൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടിക്കൊണ്ടിരിക്കുന്നു. സോ എ പോസിറ്റീവ്, ബി പോസിറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വി എന്താവും, കൂടുന്നതായിട്ട് പറയാം. അങ്ങനെയും പറയാം. ക്ലിയർ ആണോ? യെസ്, ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ഇവിടെ നോക്കടാ നിങ്ങളാ. ഇവിടെ ഗ്രാഫ് വേറെ നോക്കൂ നിങ്ങൾ. ഈ ഒരു ഗ്രാഫ് നോക്കൂ നിങ്ങളാ. ദിസ് വൺ. എന്താ പ്രത്യേകത, എന്താ പ്രത്യേകത? ഒന്നുമില്ല. ഇത് വെലോസിറ്റി, ദിസ് ഇസ് ടൈം ഗ്രാഫ്. ഓക്കെ. സോ ഓരോ പോയിന്റിൽ നോക്കുക, ഓരോ ടൈമിലും എന്താണ്, θ1, ദിസ് ഈസ് തീറ്റ, ദിസ് ഈസ് തീറ്റ, എല്ലാം സെയിം ആംഗിൾസ് ആണ്. സെയിം ആംഗിൾസ് ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, സ്ലോപ്പുകളെല്ലാം സെയിം ആയതുകൊണ്ട് ആക്സിലറേഷൻ ഇവിടെ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ എന്താണ്, യൂണിഫോം ആണ്. യൂണിഫോം ആണ്. കൂടാതെ നിങ്ങൾ ആക്സിലറേഷന്റെ സൈൻ എന്താ, ഇതെല്ലാം ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലേ. ഒബ്റ്റ്യൂസ് ആംഗിൾ 90ക്ക് എബോവ് ആണ്. സോ ആക്സിലറേഷന്റെ വാല്യൂ എന്തിലേ വരുള്ളൂ, നെഗറ്റീവ് ആണ്. സ്ലോപ്പ് നെഗറ്റീവ് ആണ്. സോ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. വെലോസിറ്റിയുടെ സൈൻ നോക്കി നിങ്ങൾ, ഓരോ പോയിന്റിലും വെലോസിറ്റിയുടെ സൈൻ എന്തിലാണ് ഉള്ളത്, പ്ലസ് തന്നെയല്ലേ. ഇതൊക്കെ പോസിറ്റീവ് ഡയറക്ഷൻ അല്ലേ. സോ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്തിലാണ്, പോസിറ്റീവിലാണ്. സോ ആക്സിലറേഷൻ നെഗറ്റീവ്, വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ സ്പീഡ് എന്ത് ചെയ്യണം, കുറയണം. ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് സ്പീഡ് കുറയുന്നു. അല്ലെ നോക്കി നിങ്ങൾ, ഓരോ ടൈം എടുക്കുമ്പോൾ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. യെസ് അല്ലെ, കുതിര താഴോട്ടേക്കാണ് വരുന്നത് അല്ലെ. സമയം കൂടുന്തോറും അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ സ്പീഡ് കുറയുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ. ആണ്. യെസ്. നെക്സ്റ്റ് ഈ ഒരു ഗ്രാഫ് നോക്കാം. യെസ്. ഓക്കെ. ഇതെങ്ങനെ കാണാം, ഓക്കെ. സോ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു കർവ് ഉണ്ടാവും അല്ലെ, പീക്ക് പോയിന്റ്. ദിസ് ഈസ് വി, ദിസ് ഈസ് ടി, വി ടി ഗ്രാഫ്. ഇവിടെ നിങ്ങൾ നല്ലോണം ഒബ്സർവ് ചെയ്ത മക്കളെ, വെരി ക്ലിയർ. ഒരു കാര്യം മനസ്സിലാക്കാം, ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോഴേ, ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴേ, ഈ പോയിന്റിൽ എന്താണ്, പീക്ക് പോയിന്റ് അല്ലെ. ഇവിടുത്തെ ഒരു ടാൻജന്റ് വരച്ചാൽ എന്തായിരിക്കും, പാരലൽ ടു ദി എക്സ് ആക്സിസ് വരിക. അപ്പൊ ഇവിടുത്തെ സ്ലോപ്പ് എന്തായിരിക്കും, സ്ലോപ്പ് 0. സോ ആക്സിലറേഷൻ ഈ പോയിന്റിൽ 0 ആയിരിക്കും. ഈ ടൈമിൽ എന്തായിരിക്കും, ടി ഡാഷ് ടൈമിൽ എന്തായിരിക്കും, ആക്സിലറേഷൻ 0 ആയിരിക്കും അല്ലെ. 0, തീറ്റ 0 ആണ്, ടാൻ 0 0 അല്ലെ. സ്ലോപ്പ് ഇവിടെ 0. ചെരിവില്ലല്ലോ, പാരലൽ ടു ദി എക്സ് ആക്സിസ് ആയതുകൊണ്ട് there is no ചെരിവ്, സ്ലോപ്പ് ഇല്ല. ഓക്കെ. ഇനി
നോക്കടോ, ഇവിടെ നിങ്ങൾ നോക്കുക, ഈ പോയിന്റും ഈ പോയിന്റും ഈ പോയിന്റ് ഒക്കെ എടുത്താൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ നിങ്ങൾ എന്താണ് ടാൻജന്റ് വരക്കുന്നു. ദിസ് ഈസ് θ1, ദിസ് ഈസ് എന്താണ് θ2, ഇതെന്താണ് θ3. ഇതിനൊക്കെ അർത്ഥം എന്താ? θ1 ഉം θ2 ഉം θ3 എന്താ? അതിന്റെ അർത്ഥം എന്താ? ടൈം കൂടുന്തോറും θ1, θ2, θ3 തീറ്റയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ? തീറ്റയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുക. am I right? yes. സോ തീറ്റയുടെ വാല്യൂ കുറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ടാൻ തീറ്റയുടെ വാല്യൂ കുറയുന്നു എന്ന അർത്ഥം. അതാണ് സ്ലോപ്പിന്റെ വാല്യൂ കുറയുന്നു. ഓക്കെ. കൂടാതെ θ1 ഉം θ2 ഉം θ3 ഒക്കെ അക്യൂട്ട് ആംഗിൾസ് ആണ്, ഒക്കെ പോസിറ്റീവിലാണ് അല്ലെ? അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒക്കെ ടാൻ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ പോസിറ്റീവിലാണ് വരിക. ഓക്കെ. സോ വെരി ക്ലിയർ. ഇവിടെ ആക്സലറേഷന്റെ വാല്യൂ ഇപ്പൊ എന്തിലേ വരുള്ളൂ? പോസിറ്റീവിലാണ്. ഓക്കെ. ആക്സലറേഷന്റെ വാല്യൂ എന്താണ്? പോസിറ്റീവിലാണ്. കൂടാതെ എന്താണ്? θ1 θ2 ഡിഫറെന്റ് ആയതുകൊണ്ട് ആക്സലറേഷൻ എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 0 ആണ്, നോൺ യൂണിഫോം ആണ് അല്ലെ? യൂണിഫോം അല്ല, ഡിഫറെന്റ് വാല്യൂസ് വരും അല്ലെ? യെസ്. നെക്സ്റ്റ് എന്താണ്? വെലോസിറ്റി ആക്സലറേഷൻ പോസിറ്റീവ് ആണ്, ആക്സലറേഷൻ ഈസ് നോട്ട് ഈക്വൽ ടു 0. ദെൻ വെലോസിറ്റിയുടെ സൈൻ എന്താ? ഇവിടെ എല്ലാം പോസിറ്റീവ് ഡയറക്ഷൻ അല്ലേ? ഓരോ ടൈമിലും എന്താണ്? പോസിറ്റീവ് ഡയറക്ഷൻ ആണ്, പോസിറ്റീവ് ആണ്. സോ എ പോസിറ്റീവ്, വി പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ സ്പീഡ് കൂടിയല്ലേ? യെസ്. ഇവിടെ എന്താണ്? വെലോസിറ്റി കൂടുന്നതായിട്ട് പറയാനായിട്ട് പറ്റും. വെലോസിറ്റി കൂടുന്നതായിട്ട് പറയാനായിട്ട് കഴിയുന്നു. സോ ആക്സലറേഷൻ പോസിറ്റീവ്, ആക്സലറേഷൻ നോട്ട് ഈക്വൽ 0, വെലോസിറ്റി പോസിറ്റീവ്, വെലോസിറ്റി ഇൻക്രീസിങ്. അല്ലെങ്കിൽ നോക്കൂ, ഇത് മുതൽ ഇതുവരേക്ക് നോക്കിയാൽ 0 മുതൽ t' വരേക്ക് നോക്കിയാൽ എന്തായിരിക്കും? ഇങ്ങനെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടി കൂടി വരിക ചെയ്യുന്നത്, സ്പീഡ് കൂടുന്നു. ഓക്കെ, ഫൈൻ. എന്നാൽ പീക്ക് ഇവിടെ എത്തുമ്പോഴോ? യെസ്, ആക്സലറേഷന്റെ വാല്യൂ നിങ്ങൾക്ക് 0 ആയിട്ട് മാറുന്നു. എന്നാൽ t' മുതൽ ഇതുവരേക്കുള്ളതാണെങ്കിലോ? t" എന്ന് വെക്കാം. ഈ സെക്ഷൻ ആണെങ്കിലോ ഇതുവരേക്ക് എന്താ വരിക? യെസ്, നോക്കണേ നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റിൽ ഒരു ടാൻജന്റ് വരയ്ക്കാം. യെസ്, ദിസ് ഈസ് θ1, ദിസ് ഈസ് θ2, ഇതെന്തായിരിക്കും? θ3. സോ θ1, θ2, θ3 എന്ന് പറയാൻ നോക്കണേ. θ1, θ2, θ3 എന്ന് പറയാൻ അർത്ഥം എന്താ? തീറ്റയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. തീറ്റയുടെ വാല്യൂ കുറയുന്നു. സോ ആക്സലറേഷൻ ഈസ് എന്താണ്? ഡിഫറെന്റ് വരും. സ്ലോപ്പ് ഡിഫറെന്റ് ആയതുകൊണ്ട് ആക്സലറേഷൻ ഡിഫറെന്റ് വരും. സോ നോൺ യൂണിഫോം ആണ്. ആക്സലറേഷൻ എന്താണ്? ഈസ് നോട്ട് ഈക്വൽ ടു 0, നോൺ യൂണിഫോം വാല്യൂ ആണ്. കൂടാതെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ആക്സലറേഷൻ സൈൻ എന്താ? θ1, θ2, θ3 ഒക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒബ്ട്യൂസ് ആംഗിൾ അല്ലേ? സോ സ്ലോപ്പ് എന്തിലാണ്? നെഗറ്റീവിലാണ്. ആയതുകൊണ്ട് ആക്സലറേഷൻ എന്തിലായിരിക്കും? നെഗറ്റീവിലായിരിക്കും. ആക്സലറേഷൻ എന്തിലാണ്? നെഗറ്റീവിലാണ്. ഓക്കെ. ഇനി വെലോസിറ്റിയുടെ സൈൻ നോക്കി. ഈ ബുധൻ മുതൽ ഇതുവരെയ്ക്ക് വെലോസിറ്റിയുടെ സൈൻ എന്താണോ? ദിസ് വൺ. വെലോസിറ്റി സൈൻ ഒക്കെ എന്തായിരിക്കും? പോസിറ്റീവ് ആക്സിസിലല്ലേ ഉള്ളത്. സോ വെലോസിറ്റി എന്തിലാണ്? സൈൻ പോസിറ്റീവിലാണ്. സോ ആക്സലറേഷൻ നെഗറ്റീവ്, വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ നിസ്സംശയം പറയാം സ്പീഡ് കുറയുന്നു അല്ലെ? സ്പീഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. കൂടാതെ എന്ത് പറയാം? നോക്കൂ നിങ്ങൾ, t' മുതൽ t" വരേക്കും വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അല്ലെ? സോ സ്പീഡ് കുറയുന്നു. ഓക്കെ, നോ പ്രോബ്ലം, വെരി ക്ലിയർ ആണ്. ഇനി എന്താണ്? ഒരു ഗ്രാഫ് നോക്കാം. ജസ്റ്റ് ഗ്രാഫ് നോക്കാം. എന്താ പ്രത്യേകത? എല്ലാവരും നോക്കുക. യെസ്, ഓക്കെ, നോക്ക് എല്ലാവരും നോക്ക്. യെസ്. സോ ദിസ് ഈസ് വി, ദിസ് ഈസ് ടി അല്ലെ? വി ടി ഗ്രാഫ്. സോ ഇവിടെ നിങ്ങൾ നോക്കുക, ഇത്ര മാത്രം ആലോചിക്കുക. ഇവിടെ എന്തായിരിക്കും? സ്ലോപ്പ് എന്തായിരിക്കും? 0 അല്ലെ? വെലോസിറ്റി വി ടി ഗ്രാഫ് ആണ്. ആക്സിലറേഷന്റെ വാല്യൂ ഇവിടെ 0 ആണ്. സോ മാക്സിമം ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്തായിരിക്കും? മാക്സിമം വെലോസിറ്റിയിൽ എന്തായിരിക്കും? വെലോസിറ്റി കോൺസ്റ്റന്റ്, ആക്സിലറേഷൻ 0 ആയിരിക്കും അല്ലെ? ഓക്കെ, ഫൈൻ. സ്ലോപ്പ് 0 ആണ്. എന്നാൽ ഇതിവിടെ നോക്കണേ. ഇതിവിടെ നോക്കിയാൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. താഴോട്ടേക്ക് നെഗറ്റീവ് വൈ ആക്സിസ് ആണ്, മുകളിലോട്ട് പോസിറ്റീവ് വൈ ആക്സിസ് ആണ്. നമ്മുടെ ഗ്രാഫ് കിടപ്പുള്ള എവിടേക്കാണ്? നെഗറ്റീവ് വൈ ആക്സിസിലാണ് കിടപ്പുള്ളത്. ഇവിടെ നോക്കിയേ, ഇങ്ങനെ കാണുമ്പോഴേ ഇവിടെ നിങ്ങൾക്ക് എന്താണ്? ഈ ടൈമിൽ എന്താണ്? ഇവിടെ നെഗറ്റീവ് 1 എന്ന് വിചാരിച്ചോ? ഇവിടെ എന്തായിരിക്കും? ഒരു നെഗറ്റീവ് 2 എന്ന് വിചാരിച്ചോ? ഇവിടെ എന്താണ്? നെഗറ്റീവ് 3 എന്ന് വിചാരിച്ചോ? നോ പ്രോബ്ലം അല്ലെ? സോ സമയം കൂടുന്തോറും ഇതെന്താണ്? വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്താണ്? നെഗറ്റീവിലാണ് ഉള്ളത് അല്ലെ? മൈനസിലാണ് കിടപ്പുള്ളത്. എന്നാലോ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടി കൂടി വരികയല്ലേ? യെസ്, 1 മാഗ്നിറ്റ്യൂഡ് 1 മീറ്റർ പെർ സെക്കൻഡ്, 2 മീറ്റർ പെർ സെക്കൻഡ്, 3 മീറ്റർ പെർ സെക്കൻഡ്. ഡയറക്ഷൻ എവിടെയുള്ളത്? നെഗറ്റീവ് ഡയറക്ഷനിലാണ് ഉള്ളത്. ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. സോ മാഗ്നിറ്റ്യൂഡ് കൂടി കൂടി വരുന്നുണ്ട്, സ്പീഡ് കൂടുന്നു അർത്ഥം അല്ലെ? വെലോസിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെലോസിറ്റിയുടെ സൈൻ മൈനസ് ആണല്ലോ അല്ലെ? അപ്പോൾ ആക്സിലറേഷൻ സൈൻ എന്താവണം? സ്പീഡ് കൂടണമെങ്കിൽ, മാഗ്നിറ്റ്യൂഡ് കൂടണമെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ സൈൻ എന്തിലാവണം? പോസിറ്റീവിലാവണം. ക്ഷമിക്കണം, മൈനസിലാവണം. കാരണം എന്താ? സെയിം സൈനുകൾ വന്നാലാണ് സ്പീഡ് കൂടുന്നത്. ആയതുകൊണ്ട് ഇവിടെ മൈനസ് ആണ്, നെഗറ്റീവ് ആണ് വെലോസിറ്റികൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സൈഡിൽ എന്തായിരിക്കണം നിങ്ങൾ? യെസ്, ആക്സിലറേഷന്റെ വാല്യൂ എന്തിൽ വരും? മൈനസിൽ വരണേ മതിയാവുള്ളൂ. സോ മൈനസ്
എ മൈനസ് ബി, സോ സ്പീഡ് കൂടുന്നു, മാഗ്നിറ്റ്യൂഡ് കൂടുന്നു. അതല്ലേ ഇവിടെ നിങ്ങൾ ടാൻജന്റ് വരച്ച് എന്ത് ചെയ്യാം, സ്ലോപ്പ് എടുത്താലും നിങ്ങൾക്ക് എന്തിലാ വരിക, യെസ് നെഗറ്റീവിലേ വരുള്ളൂ. ഇവിടെ നിങ്ങൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, സോ സ്ലോപ്പ് നെഗറ്റീവിലേ വരുള്ളൂ. ഇനി ഇവിടുന്ന് ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാലോ എന്താ സംഭവിക്കുന്നത്, ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ യെസ് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പീക്ക് വാല്യൂ ആയി, ഇനി എന്ത് ചെയ്യും, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സൈൻ എന്തായിരിക്കും, മുടക്കം മാർക്ക് ചെയ്താലും നെഗറ്റീവിലല്ലേ, വെലോസിറ്റിയുടെ സൈൻ നെഗറ്റീവിലാണ് അല്ലെ, നെഗറ്റീവിലാണ് വെലോസിറ്റി വരുന്നത് അല്ലെ. യെസ്, അപ്പോൾ ആക്സലറേഷൻ സ്പീഡ് കുറയണമെന്നുണ്ടെങ്കിൽ, മാഗ്നിറ്റ്യൂഡ് കുറയണമെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ എന്തിൽ വരാനേ പാടുള്ളൂ, ഓപ്പോസിറ്റ് സൈനിൽ വരണം. സോ ഇവിടെ നിങ്ങൾക്ക് എന്തായിരിക്കും, പോസിറ്റീവ് ആക്സലറേഷൻ ആണ്, ഇവിടെ എന്തായിരിക്കും, നെഗറ്റീവ് ആക്സലറേഷൻ ആണ് അല്ലെ. കൂടാതെ ഇവിടെ സൈൻ എന്തായിരിക്കും, നെഗറ്റീവ് വി ആണ്, ഇവിടെ എന്തായിരിക്കും, നെഗറ്റീവ് വി ആണ്, പ്ലസ് എ ആണ്. ഇനി എന്റെ ചോദ്യം ഇതാണ്, എവിടെയാണ് കറക്റ്റ് റിട്ടാർഡേഷൻ സംഭവിക്കുന്നത്, ഈ മൈനസ് എ ആണോ ഈ പ്ലസ് എ ആണോ റിട്ടാർഡേഷൻ ആക്ച്വലി? യെസ്, ഈ മൈനസ് എ അല്ല, പ്ലസ് എ ആണ് ഇവിടെ റിട്ടാർഡേഷൻ. കാരണം അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വെലോസിറ്റി ഉള്ളത്. സോ സ്പീഡ് കുറയുന്ന ആക്സലറേഷൻ ഇയാളല്ലേ, സോ ദിസ് ഈസ് റിട്ടാർഡേഷൻ, ദിസ് ഈസ് ആക്സലറേഷൻ, ദിസ് ഈസ് ആക്സലറേഷൻ. സ്പീഡ് കൂട്ടുന്ന ആക്സലറേഷൻ സിംപ്ലി ആക്സലറേഷൻ, സ്പീഡ് കുറയ്ക്കുന്ന ആക്സലറേഷൻ സിംപ്ലി റിട്ടാർഡേഷൻ, റിട്ടാർഡേഷൻ ആക്സലറേഷൻ. യു ഗോട്ട് ഇറ്റ്? യെസ്, അതാണ് മനസ്സിലാക്കേണ്ടത്. വെരി ക്ലിയർ. സോ ഇത്രയും കാര്യങ്ങളാണ് ഗ്രാഫ് എന്ന് മനസ്സിലായത് അല്ലേ. സോ ഇതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് നമ്മൾ VT ഗ്രാഫിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അത് വ്യക്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ ഓക്കെ ഫൈൻ. ഇനി നമ്മൾ നോക്കുന്നത് മക്കളെ AT ഗ്രാഫാണ്. വെരി സിമ്പിൾ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു നീറ്റ് ബേസിലൊക്കെ വേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞു പോകുന്നത് അല്ലെ. എന്നാലും നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും തീർച്ചയാണ്. സോ നെക്സ്റ്റ് നമ്മൾ കാണുന്നു AT ഗ്രാഫ്. ഓക്കെ ഫൈൻ മക്കളെ, നെക്സ്റ്റ് നമ്മൾ കാണുന്നത് AT ഗ്രാഫാണ്. AT ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ലോപ്പിനെ പറ്റി ഒന്നും ആരും ചിന്തിക്കേണ്ട, അങ്ങനെ സംഭവം വരുന്നില്ല. സിംപ്ലി എന്താണ്, ആക്സലറേഷനും ടൈമും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഗ്രാഫുകളാണ്. അപ്പൊ ഇവിടെ ഓരോ ഗ്രാഫുകളിൽ നാച്ചർ എന്താ നോക്കാം. അപ്പോൾ ഈ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയേ, ഈ AT ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്. ലിസൺ, ഓരോ പോയിന്റിലും എന്താണ് ആക്സലറേഷൻ നോക്കണേ. ഓരോ പോയിന്റിലും എന്താണ് ആക്സലറേഷന്റെ വാല്യൂ എന്താണ്, യൂണിഫോം റേറ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ യൂണിഫോം റേറ്റ്, യൂണിഫോം എന്നല്ല പറഞ്ഞു, യൂണിഫോം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, യൂണിഫോം റേറ്റ് എന്നാണ്. അതായത് ഇവിടെ നമ്മൾ 0 മുതൽ T1 ടൈം വരേക്ക് എന്താണ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ചെയ്യുന്നത്. ഇത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 0 മുതൽ 2 സെക്കൻഡ് വരേക്കും. 2 to 4 എന്തായിരിക്കും, 10 ആണ്. നെക്സ്റ്റ് ഇന്റർവെൽ എന്തായിരിക്കും, ഇവിടെ എത്ര വെച്ചിട്ടാ കൂടുന്നത്, ഇത് മുതൽ ഇതുവരേക്കും ഇപ്പൊ 5 മീറ്റർ പെർ സെക്കൻഡ്, നെക്സ്റ്റ് 10, 15, 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഇങ്ങനെ പോകും. സോ ദാറ്റ് മീൻസ് എന്താണ്, ഓരോ ഇന്റർവെല്ലിലും ഉള്ള റേറ്റ് എന്തായിരിക്കും, യൂണിഫോം ആയിരിക്കും അല്ലെ. സോ ഈ രണ്ട് ഇന്റർവെൽ ഇടയിലുള്ള റേറ്റ് എന്തായിരിക്കും, ദിസ് വൺ. ഈ ടൈമിന്റെ ഇന്റർവെല്ലിൽ വരുന്നത് എന്തായിരിക്കും, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഇത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, യെസ്, ഇൻ ബിറ്റ്വീൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ദിസ് വൺ മൈനസ് ദിസ് വൺ, അതല്ല റേറ്റ് എന്ന് പറയുന്നത് അല്ലെ. സോ ഓരോ ഈക്വൽ ഇന്റർവെല്ലും കിട്ടുന്ന റേറ്റ് എന്തായിരിക്കും, ആക്സലറേഷന്റെ വാല്യൂ സെയിം ആയിട്ട് കാണാൻ പറ്റും. സോ യൂണിഫോം റേറ്റ് ആണെന്ന് പറയേണ്ടി വരും. ഓക്കെ, സോ ഇവിടെ ആക്സലറേഷൻ എല്ലാം എന്താണ്, പോസിറ്റീവ് ഐ ഡയറക്ഷനിലല്ലേ കാണുന്നത്. ആക്സലറേഷൻ പോസിറ്റീവ് ആണ്, സിമ്പിൾ, നോ ഡൗട്ട്. ആക്സലറേഷൻ പോസിറ്റീവ് ആണ്, യൂണിഫോം റേറ്റ് ആണ് എന്ന കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നോക്കുക നിങ്ങൾ ഇവിടെ രണ്ടാമത്തെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും, ഓരോ ടൈമിലും ആക്സലറേഷൻ ഫിക്സഡ് ആണ്. സോ ദിസ് ഈസ് യൂണിഫോം ആണ്. യൂണിഫോം റേറ്റ് അല്ല, യൂണിഫോം ആക്സലറേഷൻ അല്ലെ. ആക്സലറേഷൻ എന്തിലാണ്, പോസിറ്റീവിലാണ്. ഓക്കെ, ഇവിടെ എടുത്തു കഴിഞ്ഞാലോ, യെസ്, ഇവിടെ നിങ്ങൾ നോക്കുക, ആക്സലറേഷൻ എന്തിലാണ്, പോസിറ്റീവിലാണ് അല്ലെ. പോസിറ്റീവ് ആയി ഡയറക്ഷനിലാണ് കാണുന്നത്, വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആണ്. കൂടാതെ ഇവിടെ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോൺ യൂണിഫോം റേറ്റ് ആണ്. നോൺ യൂണിഫോം റേറ്റ് ആണ്, നോൺ യൂണിഫോം റേറ്റ് ആണ് അല്ലെ. സോ ഇൻ ബിറ്റ്വീൻ ഇന്റർവെൽ എടുക്കാം. സോ സെയിം ഇന്റർവെൽ എടുത്താൽ ഈ ഗ്യാപ്പ് വരും അല്ലെ, ഇന്റർവെൽ എടുത്താൽ ഈ ഡിസ്റ്റൻസ് വരുന്നുണ്ട് അല്ലെ. സോ ലൈക്ക് ദിസ്. സോ ഓരോ ഇന്റർവെല്ലും എന്തായിരിക്കും ഉള്ള ആക്സലറേഷന്റെ വാല്യൂ എന്താണ്, ഈക്വൽ ഇന്റർവെൽ എടുത്താൽ യൂണിഫോം റേറ്റ് അല്ല, നോൺ യൂണിഫോം റേറ്റ് ആയിരിക്കും. ആക്സലറേഷൻ എന്തിലാണ്, പോസിറ്റീവിലാണ്. ആക്സലറേഷൻ എന്തിലാണ്, പോസിറ്റീവിലാണ് അല്ലെ. റൈറ്റ്, യെസ്. അപ്പൊ ഇവിടെ ഇൻ ബിറ്റ്വീൻ എന്താണ്, ഇതൊരു 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് വെച്ചോ. ഓരോ ഈക്വൽ ഇന്റർവെൽ ആണെങ്കിലും കിട്ടുന്ന ആക്സലറേഷന്റെ വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചെറുതാണ്, കുറച്ചുകൂടി വലുപ്പം വന്നു അല്ലെ. ഈ പോയിന്റ് എടുക്കുമ്പോൾ കുറച്ചുകൂടി വലിയ വാല്യൂ ആയി അല്ലെ. വീണ്ടും ഒരു സെയിം ഇന്റർവെൽ എടുത്താൽ ഒരു വലിയ വാല്യൂ കിട്ടിയെന്ന് വരും അല്ലെ. സെയിം ഇന്റർവെൽ എടുത്താൽ ഇതിലൂടെ എന്തായിരിക്കും, വലിയ വാല്യൂ കിട്ടും. സോ നോൺ യൂണിഫോം ആണ്, സെയിം ആയിട്ട് വരുന്നില്ല. ആക്സലറേഷൻ എന്താണ്, ഡിഫറെന്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ. സോ റേറ്റ് എന്താണ്, നോൺ യൂണിഫോം അല്ല, നോൺ യൂണിഫോം റേറ്റ് ആയിട്ട് പറയാം, നോൺ യൂണിഫോം റേറ്റ്. ഓക്കെ, സോ ഇവിടെ എന്തായിരിക്കും,
ഇവിടെ എന്താ ആക്സലറേഷൻ എന്തിലാ പോസിറ്റീവ് തന്നെയല്ലേ, എല്ലാ വാല്യൂസ് പോസിറ്റീവ് തന്നെയാണ് അല്ലെ. ആക്സലറേഷൻ എന്താണ് പോസിറ്റീവ് ആണ്. ഇവിടെ എന്തായിരിക്കും വാല്യൂസ് എല്ലാം ഡിഫറെന്റ് അല്ലേ, നോൺ യൂണിഫോം റേറ്റ് ആണ്, നോൺ യൂണിഫോം റേറ്റ് ആണ്. ഇവിടെ എന്താണ് ആക്സലറേഷന്റെ വാല്യൂ എന്തായിരിക്കും, ഓരോ ടൈമിലും എന്താണ് കോൺസ്റ്റന്റ് ആണ്, യൂണിഫോം ആണ്. കൂടാതെ ഇവിടെ നെഗറ്റീവിലാണ് കാണുന്നത്. സോ നോൺ യൂണിഫോം ആണ്, സോറി യൂണിഫോം ആണ്, ആക്സലറേഷൻ യൂണിഫോം ആണ്. പിന്നെ ആക്സലറേഷൻ എന്താണ് നെഗറ്റീവ് ആയിട്ട് കാണും, നെഗറ്റീവ് യൂണിഫോം ആയിട്ട് കാണും. ഇതെടുത്തു കഴിഞ്ഞാലോ യെസ്, ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാം എന്താ, യെസ് യൂണിഫോം റേറ്റ് ആണ് അല്ലെ, സ്ട്രൈറ്റ് ലൈൻ ആണ്, യൂണിഫോം റേറ്റ് ആണ് അല്ലെ. ഇവിടെ ആക്സലറേഷന്റെ വാല്യൂ എന്താ കൂടി വരികയാണ്, ഇവിടെ ആക്സലറേഷന്റെ വാല്യൂ എന്ത് ചെയ്യാണ് കുറഞ്ഞു വരികയാണ് അല്ലെ, കുറഞ്ഞു വരിക. ഇവിടെ ആക്സലറേഷന്റെ വാല്യൂ എന്താണ് കൂടി വരിക അല്ലെ, യെസ്. ഇവിടെ ആക്സലറേഷന്റെ വാല്യൂ എന്താ കുറഞ്ഞു വരിക. കൂടാതെ യൂണിഫോം റേറ്റ് ആണ്. സോ സിംപ്ലി എന്താണ് ആക്സലറേഷൻ ഇവിടെ എന്ത് ചെയ്യാണ് യൂണിഫോം റേറ്റ് ആണ്. സോ ആക്സലറേഷൻ ഇവിടെ കുറയുന്നതായിട്ട് കാണും. കുറയുന്നത് എങ്ങനെയാണ്, ഈക്വൽ ഇന്റർവെൽ എന്നാണ്, ഈക്വൽ അളവിലാണ് കുറയുന്നത്. സോ യൂണിഫോം റേറ്റ് ആണ്. സോ വെരി ക്ലിയർ, സിമ്പിൾ അല്ലേ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോയി, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഗ്രാഫിന്റെ നേച്ചർ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇനി കാണുന്നത് നമുക്ക് ഒരു ഗിവൺ ഗ്രാഫ് തരും. സപ്പോസ് ഒരു VT ഗ്രാഫ് തന്നാൽ, മോസ്റ്റ്ലി ഒരു VT ഗ്രാഫ് തന്നാൽ അതിൽ നിന്നും എക്സ്റ്റീം എറ്റീവ് എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നുള്ള ഐഡിയാസ് ആണ് ഇനി തരുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ അത്രയും സെക്ഷനിലോട് പോകുന്നു, കാണാം നെക്സ്റ്റ് സെക്ഷൻ. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് പിന്നെ ഒരു കണ്ടീഷൻ നോക്കാം. എന്താ, ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നു ഫ്രം x is equal to 0 and t is equal to 0. സോ ഇനിഷ്യൽ ടൈം 0 എന്നറിയാം. സോ x is equal to 0 അല്ലെ, പൊസിഷൻ 0യിൽ നിന്ന് t is equal to 0 അല്ലെ, സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ട് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്, വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഇതിന്റെ എന്ത് വരക്കണം നിങ്ങൾ, ST ഗ്രാഫും VT ഗ്രാഫും AT ഗ്രാഫും വരയ്ക്കണം. സിമ്പിൾ. എടാ നോക്കടാ, ഇവിടെ എക്സ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ് അവർ പറയുന്നത് അല്ലെ. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി യൂണിഫോം ആണ്, കോൺസ്റ്റന്റ് ആണ് അല്ലെ. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ നിസ്സംശയം പറയാം ആക്സിലറേഷന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ആക്സിലറേഷന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, എങ്ങനെ വരക്കാടോ നിങ്ങൾക്ക്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് വരക്കാം. ദിസ് ഈസ് ടൈം, ദിസ് ഈസ് VT ഗ്രാഫ്. VT ഗ്രാഫിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവണം അല്ലെ. x is equal to 0, t is equal to 0 വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റന്റ് വെലോസിറ്റി. ഓക്കെ ഫൈൻ. ഓരോ ടൈമിലും എന്താണ് കോൺസ്റ്റന്റ് വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. ഇതാണ് ഗ്രാഫ്, വെരി സിമ്പിൾ. ഇനി എങ്ങനെയാണ് നിങ്ങൾ പിന്നെ AT ഗ്രാഫ് വരിക, AT ഗ്രാഫ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷൻ 0 ആവണം. സോ എന്ത് ചെയ്യണം, യെസ് ദിസ് ഈസ് യുവർ ഗ്രാഫ് അല്ലെ. ഓരോ ടൈമിലും എന്താണ് ആക്സിലറേഷൻ വാല്യൂ 0 അല്ലേ, യെസ് ദിസ് ഈസ് യുവർ AT ഗ്രാഫ്. വെരി സിമ്പിൾ. ഇനി നമുക്ക് വേണ്ടത് XT ഗ്രാഫ് ആണ്. XT ഗ്രാഫ് എങ്ങനെ വേണം, നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നിങ്ങൾക്ക് തരുന്നത് വെലോസിറ്റി ആണ് അല്ലെ, യൂണിഫോം വെലോസിറ്റി ആണ് തരുന്നത്. സോ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ ഈ സ്ട്രൈറ്റ് ലൈന് സ്ലോപ്പ് എന്തായിരിക്കും, എല്ലാ പോയിന്റിലും തീറ്റ സെയിം അല്ലേ. സോ ടാൻ തീറ്റ XT ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി ആണ്. സോ വെലോസിറ്റി എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സോ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുന്ന കണ്ടീഷനിലുള്ള പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ദാറ്റ്സ് ഓൾ, വെരി ക്ലിയർ. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. സോ ഇതാ നിങ്ങൾ VT ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലെ. 0 മുതൽ T1 വരേക്കും വെലോസിറ്റി ഇവിടെ കോൺസ്റ്റന്റ് ആണ്, യൂണിഫോം ആണ്. T1 മുതൽ T2 വരേക്കും എന്താണ്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കുറയുന്നു അല്ലെ. യെസ്, റൈറ്റ്. ഇതിന്റെ എന്ത് വരക്കണം, XT ഗ്രാഫും VT ഗ്രാഫും നിങ്ങൾ വരക്കണം. സോറി, AT ഗ്രാഫും XT ഗ്രാഫും വരക്കണം. സോ എങ്ങനെ വരക്കാം മക്കളെ, ഇതിന്റെ AT ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. വെരി സിമ്പിൾ. നോക്കണേ,
This is T1, this is T1, this is T2. Okay, fine. So ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി യൂണിഫോം ആണ്. അപ്പൊ ഈ സെക്ഷനിലെ ആക്സിലറേഷന്റെ വാല്യൂ എന്താവണം? 0 ആവണം. 0 മുതൽ T1 വരേക്കും വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നിങ്ങളുടെ ആക്സിലറേഷൻ എന്തായിരിക്കണം? യെസ്, AT ഗ്രാഫ് അല്ലെ. ആക്സിലറേഷൻ എന്താവണം? 0 ആവണം. ഫൈൻ. സോ ഇന്നലെ വരിക? യെസ്, 0 ആവണം. എന്നാൽ T1 മുതൽ T2 വരേക്കും എങ്ങനെയാ നോക്കണേ. ഇവിടെ വെലോസിറ്റിയുടെ പ്രത്യേകത എന്താണോ? വാട്ട് ഈസ് വെലോസിറ്റിയുടെ പ്രത്യേകത എന്താ? വെലോസിറ്റി കുറയുന്നു. ഡിഗ്രീസിങ്. നോക്കിയേ, ഓരോ ടൈമിലും വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? യെസ്. കൂടാതെ ഇതൊക്കെ നിങ്ങൾ ഈ ലൈനിന്റെ സ്ലോപ്പ് എടുത്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? സ്ലോപ്പ് എടുത്താൽ θ1, θ. പക്ഷെ തീറ്റകളൊക്കെ കോൺസ്റ്റന്റ് സെയിം. ബട്ട് തീറ്റകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാം ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, 90യേക്കാൾ എബോ ആണ്. സോ സ്ലോപ്പ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവിലാണ്. സോ VT ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ നെഗറ്റീവിലാണ്. എ നെഗറ്റീവ് ആണ്. അതുപോലെ എ എന്താണ്? ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. യെസ്. സോ വെരി ക്ലിയർ. സോ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ T1 മുതൽ T2 വരേക്കും എങ്ങനെ വരക്കാൻ പറ്റും? യെസ്, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആവണം, കൂടാതെ നെഗറ്റീവ് ആവണം. അപ്പൊ എവിടെ വരും? യെസ്, T1 മുതൽ T2 വരേക്ക് എന്താവണം? നിങ്ങൾക്ക് ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ കിട്ടണം. അത് നെഗറ്റീവിലും ആവണം. A0 എന്ന് വിളിച്ചാൽ നെഗറ്റീവ് A0 വിളിക്കാം. ഒരു വാല്യൂ അത് നെഗറ്റീവിലാണ്, അത് ഫിക്സഡ് ആണ്, കോൺസ്റ്റന്റ് ആണ്. T1 മുതൽ T2 വരേക്ക് നോക്കിയേ, എല്ലാം നെഗറ്റീവ് A0, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ നെഗറ്റീവിലാണ്. വെരി ക്ലിയർ. സോ നമ്മൾ ഈ VT ഗ്രാഫിൽ നിന്നും AT ഗ്രാഫിനെ നമുക്ക് മനസ്സിലാക്കി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? യെസ്, XT ഗ്രാഫ് പ്രൊഡ്യൂസ് ചെയ്യണം. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? XT ഗ്രാഫ് പ്രൊഡ്യൂസ് ചെയ്യണം. ഒന്ന് നോക്കൂ മക്കളെ, നോക്കിയേ. യെസ്, T, so this is T1 or T2. Okay, fine. Okay, എങ്ങനെ വരക്കാം? ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ എടുത്തിട്ടുണ്ടായിരുന്ന XT ഗ്രാഫിനെ പറ്റി പഠിച്ചവരാണ്. അവിടെ നിങ്ങൾ ഓരോ ഗ്രാഫിനെ പറ്റിയും മൈൻഡിൽ സെറ്റ് ചെയ്തവരാണെങ്കിൽ, വെരി സിമ്പിൾ ആണ് കാര്യങ്ങൾ, ഒന്ന് ഓർത്ത് വെച്ചവരാണെങ്കിൽ ഒരൊറ്റ ക്യൂ ഉപയോഗിച്ചാൽ മതി. നിങ്ങളൊന്ന് പഠിച്ചിട്ടുണ്ടാവും. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്രോബ്ലം ഇല്ല, ഞാൻ ഇവിടെ പറഞ്ഞുതരാം. നോക്കി, നിങ്ങൾ ഒരു XT ഗ്രാഫ് ആണെങ്കിൽ ശ്രദ്ധിക്കണേ. XT ഗ്രാഫ് ആണെങ്കിൽ ഒരു ഗ്രാഫ് ഇങ്ങനെയാണ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവേർട്ടഡ് ഡൗൺവേർഡ് ആണ് അല്ലെ. അതായത് നിങ്ങളുടെ പരാബോള ഡൗൺവേർഡ് ആണ്. പക്ഷെ ഇൻവേർട്ടർ അല്ല, ദാറ്റ് മീൻസ് എന്താണ്? അതിന്റെ കോൺകേവ് ഡൗൺവേർഡ് അല്ലെ, താഴോട്ടേക്കാണ്. ഈ ഡയറക്ഷനിൽ വായ തുറന്നിരിക്കുക, താഴോട്ടേക്കാണ് തുറന്നിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ കണ്ണു ചുമ്പി പറയുന്നത് ഇതിന്റെ എൻറ്റയർ പ്രോസസ്സിൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. ആക്സിലറേഷൻ എന്താണ്? നെഗറ്റീവ് ആണ്. ഒരു XT ഗ്രാഫ് ആണ്. XT ഗ്രാഫിൽ നിന്നും ഇങ്ങനെയാണെങ്കിലോ, മുകളിലൂടെ തുറന്നിരിക്കുകയാണെങ്കിലോ, കർവ് ഇങ്ങനെയാണെങ്കിലോ, അവിടെ ആക്സിലറേഷൻ, എൻറ്റയർ ആക്സിലറേഷൻ നിങ്ങൾക്ക് എന്തിലാണ്? പോസിറ്റീവായിട്ട് പറയേണ്ടി വരും. പോസിറ്റീവായിട്ട് പറയേണ്ടി വരും. ഇതിലെന്താണ്? ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. ഇതെന്തായിരിക്കും? ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. കാണാതെ പഠിച്ചോ, ഒരു കീ പോലെ പഠിച്ചു. ഓക്കെ, ഫൈൻ. സോ കൂടാതെ ഇവിടെ നോക്കുക, നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ എന്താ പ്രത്യേകത? ഈ ഒരു സെക്ഷനിൽ എന്തായിരുന്നു? അവിടെ നമ്മൾ പഠിച്ചതാണ്, ഗ്രാഫിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. ഈ ഒരു സെക്ഷനിൽ ഇത് മുതൽ ഇതുവരേക്കും എന്തായിരിക്കും? വെലോസിറ്റി എന്താണോ? കുറയുന്നതായിട്ട് പറയാം. ഡിഗ്രീസ് വെലോസിറ്റി കുറയുന്നതായിട്ട് പറയാം. ഇത് മുതൽ ഇതുവരേക്കും വെലോസിറ്റി കുറയാണ്. വെലോസിറ്റി കുറയാണ് അല്ലെ. അല്ല, ഇവിടെ നോക്കി നിങ്ങൾ XT ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു. ഇവിടെ ഒരു θ1, ഇവിടെ θ2, ഇവിടെ θ3. തീറ്റയുടെ വാല്യൂ എന്താണ്? എല്ലാം ആക്യൂട്ട് ആണ്. തീറ്റയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുക. സോ സ്ലോപ്പ് കുറയുന്നു. സ്ലോപ്പ് കുറയുമ്പോൾ എന്താണ്? വെലോസിറ്റി കുറയുന്നു. XT ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി ആണ്. സോ വെലോസിറ്റി കുറയുന്നു. അതുകൊണ്ട് വെലോസിറ്റി ഡിക്രീസിംഗ് ആണ്. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി, വെലോസിറ്റി എന്തായിട്ടാണ് മാറി? നിങ്ങൾക്ക് കൂടുന്നതായിട്ട് പറയാം. ഇവിടെ എന്തായിരിക്കും? വെലോസിറ്റി ഇൻക്രീസിംഗ് ആണ്. ഈ സൈഡിൽ വെലോസിറ്റി ഇൻക്രീസിംഗ്, വെലോസിറ്റി ഡിക്രീസിംഗ്. എൻറ്റയർ രണ്ട് സൈഡിൽ ആക്സിലറേഷൻ നെഗറ്റീവില്, വെലോസിറ്റി രണ്ട് സൈഡിലും എന്ത് തന്നെയാണ്? ഈ സൈഡ് നോക്കി നിങ്ങൾ, ഈ θ1, θ2, θ3 എല്ലാം അക്യൂട്ട് ആംഗിൾ ആയതുകൊണ്ട് XTയുടെ സ്ലോപ്പ് വെലോസിറ്റി ആണ്. വെലോസിറ്റിക്ക് ഇവിടെ എന്തായിരിക്കും? സൈൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം പോസിറ്റീവിലാണ് സൈൻ, പോസിറ്റീവ് ആംഗിൾ. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കണേ, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ വെലോസിറ്റി എങ്ങനെയാണോ? യെസ്,
കൂടുന്നു. കൂടാതെ വെലോസിറ്റിയുടെ സൈൻ എങ്ങനെയായിരിക്കും? നെഗറ്റീവിലായിരിക്കും. ഇവിടെയൊക്കെ നിങ്ങൾ എക്സ് ടി ഗ്രാഫ് എടുത്തു നോക്കിയാൽ അതൊക്കെ നിങ്ങൾ ഒബ്റ്റ്യൂസ് ആംഗിളാണ് വരിക. ഒബ്റ്റ്യൂസ് ആംഗിൾ ആകുമ്പോൾ എന്തായിരിക്കും? സ്ലോപ്പ് നെഗറ്റീവാണ്, വെലോസിറ്റിയുടെ സൈൻ നെഗറ്റീവാണ്, പക്ഷെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും? കൂടുന്നതായിട്ട് പറയാൻ പറ്റും. ഓക്കെ, വെലോസിറ്റി ഡിക്രീസിങ്, വെലോസിറ്റി ഇൻക്രീസിങ്. ഓക്കെ ഫൈൻ. എന്നാലും നോക്ക് സാറേ, എന്താ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ? എന്താണ് വരക്കേണ്ടത്? എക്സ് ടി ഗ്രാഫാണ് വരക്കേണ്ടത്. എക്സ് ടി ഗ്രാഫാണ് വരക്കേണ്ടത്. സോ എക്സ് ടി ഗ്രാഫ് വരക്കാൻ നിങ്ങൾ ഇവിടെ നോക്കുക. ഫസ്റ്റ് സെക്ഷൻ നോക്കൂ നിങ്ങൾ. ഇവിടെ നിങ്ങൾ നോക്കണോ, വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലേ? വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ എക്സ് ടി ഗ്രാഫ് എങ്ങനെ വേണം? ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് ടി. സോ ഓരോ പോയിന്റും സ്ലോപ്പ് സെയിം അല്ലേ? സോ യൂണിഫോം വെലോസിറ്റി തീറ്റ 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 തീറ്റ. Velocity constant, ds by dt velocity, velocity constant, 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 constant. Velocity ഇവിടെ constant ആണ്. So velocity uniform ആകണമെന്നുണ്ടെങ്കിൽ എക്സ് ടി ഗ്രാഫ് ഇങ്ങനെ വേണം അല്ലേ? സോ ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് 0 മുതൽ t1 വരേക്കും. അപ്പോൾ 0 മുതൽ t1 വരേക്കും നിങ്ങളുടെ എക്സ് ടി ഗ്രാഫ് എങ്ങനെ വരും? യെസ്, ലൈക്ക് ദിസ്. ഇങ്ങനെ വരും, ഇതേപോലെ വരും. ഓക്കെ, t1 മുതൽ t2 വരെ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? t1 മുതൽ t2 വരെ എടുക്കുമ്പോൾ vt ഗ്രാഫ് എങ്ങനെയായിരുന്നു? വെലോസിറ്റി കുറയണം, ആക്സിലറേഷൻ നെഗറ്റീവ് ആകണം. വെലോസിറ്റി കുറയുകയും ആക്സിലറേഷൻ നെഗറ്റീവ് ആകുകയും ചെയ്യുന്ന കർവ് ഏതാ? യെസ്, ഇവിടെ നോക്കൂ, ഈ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് മുതൽ ഇതുവരേക്കും മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ടേക്കില്ല. ഇതുവരേക്കും നോക്ക്, വെലോസിറ്റി കുറയുന്നു, ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. സോ ദിസ് സെക്ഷൻ ഈസ് വെരി ക്ലിയർ അല്ലേ? ഈ സെക്ഷന്റെ പ്രത്യേകത എന്താ? മുന്നേ പറഞ്ഞു, ആക്സിലറേഷൻ നെഗറ്റീവ്, വെലോസിറ്റി എന്താണ്? കൂടുന്നു. ഇവിടെ വെലോസിറ്റി കുറയുന്നു, ആക്സിലറേഷൻ നെഗറ്റീവ്. സോ ഇത് മുതൽ ഇതുവരേക്കുള്ള ഈ സെക്ഷൻ ഇല്ലേ, ഇത് നേരെ പിടിച്ച് നേരെ കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് വെച്ചാൽ മതി. അപ്പൊ എക്സ് ടി ഐ എന്തായിട്ട് വരും? യെസ്, ഇങ്ങനെയുള്ള സെക്ഷൻ ഇങ്ങനെ എടുത്താൽ മതി അല്ലേ? യെസ്, ഇങ്ങനെ കാണിച്ചാൽ മതി. യെസ്, കറവാണ് ഇത്. ലൈക്ക് ദിസ്. സോ ഇവിടെ എന്തായി? എക്സ് ടി ഗ്രാഫ് ഫോം ആയി. എക്സ് ടി ഗ്രാഫ് ഫോം ആയി. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്, കമന്റ്സിൽ ഇടാവുന്നതാണ്. നോ ഡൗട്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. നോക്കുക, ഗ്രാഫ് VT ഗ്രാഫ്. ഓക്കെ, ഈ VT ഗ്രാഫിന്റെ എന്ത് കണ്ടുപിടിക്കണം? ATയും XT ഒന്ന് നോക്കണം. എങ്ങനെ ഉണ്ടാക്കാം? വെരി സിമ്പിൾ. ഇവിടെ ഈ ഒരു സെക്ഷൻ എടുക്കുക. ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് t1 t2 നടക്കാം അല്ലേ? t1 t2 ദിസ് ഗിവൺ ഗ്രാഫ്. ഓക്കെ, സോ ഇതിന്റെ AT ഗ്രാഫ് എങ്ങനെ വരും മക്കളെ? ദിസ് ഈസ് AT ഗ്രാഫ് എങ്ങനെ വരും? അപ്പോൾ 0 മുതൽ t1 വരേക്കും നിങ്ങൾ നോക്കുക, വെലോസിറ്റി എന്താണ്? യെസ്, ഇവിടെ വെലോസിറ്റി കൂടുന്നു. ആക്സിലറേഷൻ എന്താണ്? ഇവിടെ കോൺസ്റ്റന്റ് ആണ് അല്ലെ? ആക്സിലറേഷൻ കോൺസ്റ്റന്റ് അല്ല, സെയിം സ്ലോപ്പ് ആണ്, അക്യൂട്ട് ആണ്. പോസിറ്റീവ് ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് എന്ത് വരണോ? യെസ്, ദിസ് ഈസ് t1, ദിസ് ഈസ് t2. സോ ഇതുവരേക്കും എന്താണ്? ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. 0 എടുക്കാം, പോസിറ്റീവ് ആക്സിലറേഷൻ. സോ t1 മുതൽ t2 വരേക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ഇവിടെ നിങ്ങൾക്ക് ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലേ? സോ VT ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, സ്ലോപ്പ് നെഗറ്റീവ്, സോ ആക്സിലറേഷൻ നെഗറ്റീവ്. സോ നെഗറ്റീവിൽ വേണം. സോ -a0 എടുക്കാം അല്ലെ? കൂടാതെ അത് കോൺസ്റ്റന്റ് ആണ്, എല്ലാ വാല്യൂ സ്ലോപ്പ് എല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ ആക്സിലറേഷൻ കോൺസ്റ്റന്റ്, t1 to t2 വരേക്കും കോൺസ്റ്റന്റ് ആക്സിലറേഷൻ അല്ലെ? യെസ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? XT ഗ്രാഫ് ആണ്. XT ആണ് അല്ലെ? നോ പ്രോബ്ലം. X ഈസ് വെരി സിമ്പിൾ. XT T is your XT ഗ്രാഫ്. എങ്ങനെ വരക്കാം? 0 മുതൽ t1 വരേക്കും ആക്സിലറേഷൻ പോസിറ്റീവ് ആണ്. 0 മുതൽ t1 വരേക്കും ആക്സിലറേഷൻ നിങ്ങൾക്ക് പോസിറ്റീവിലാണ്. വെലോസിറ്റി എന്താണ്? കൂടുകയല്ലേ അല്ലെ? ഓരോ ടൈമിൽ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കല്ലേ? വെലോസിറ്റി ഇൻക്രീസിംഗ് ആണ് അല്ലെ? വെലോസിറ്റി ഇൻക്രീസിംഗ്. ആക്സിലറേഷൻ പോസിറ്റീവ് ആവുകയും വേണം, വെലോസിറ്റി കൂടുകയും വേണം. ഏതായിരുന്നു XT ഗ്രാഫ്? ഓർക്കുന്നുണ്ടോ? പഠിച്ചത് ഓർമ്മയുണ്ട്? ഇതായിരുന്നു. ഓർക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ പറയുക, ദിസ് ഈസ് വൺ, ദിസ് വൺ. ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ദിസ് ഈസ് XT, ഹിയർ ആക്സിലറേഷൻ എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ? സോ XT ഗ്രാഫ് അല്ലെ? കോൺകേവ് എന്താണ്? ഇതല്ലേ, പിന്നെ അപ്വേർഡ് അല്ലേ? അപ്വേർഡിന്റെ ഒരു പോർഷൻ ആയതുകൊണ്ട് ആക്സിലറേഷൻ പോസിറ്റീവ് തന്നെ. ഫുൾ ആണെങ്കിലും ഹാഫ് ആണെങ്കിലും ആക്സിലറേഷൻ പോസിറ്റീവ്. കൂടാതെ ഇവിടെ വെലോസിറ്റി ഓരോ പോയിന്റിൽ എന്താണ്? സ്ലോപ്പ് കൂടി വരികയല്ലേ? സ്ലോപ്പ് കൂടി വരുന്നതുകൊണ്ട് എന്താണ്? വെലോസിറ്റി കൂടുന്നുണ്ട്. എസ് ബൈ dt വെലോസിറ്റി കൂടുന്നു. സോ വെലോസിറ്റി ഇൻക്രീസിംഗ്, ആക്സിലറേഷൻ പോസിറ്റീവ് ആയിട്ടുള്ള XT ഗ്രാഫ് ഇതാണ്. ദിസ് വൺ. സോ 0 മുതൽ t1 വരേക്കും
0 മുതൽ T1 വരേക്കും എന്താണോ ഗ്രാഫ് ഏത് വേണം, ഈ ഒരു കർവ് ഇങ്ങനെ കാണിക്കണം. 0 മുതൽ T1 വരേക്ക് എന്താണ്, ദിസ് ഈസ് XT ഗ്രാഫ്. ദാറ്റ്സ് ഓൾ. ഇനി T1 മുതൽ T2 വരേക്കുള്ള പ്രത്യേകത എന്താ, ആക്സിലറേഷൻ നെഗറ്റീവ് ആകണം, വെലോസിറ്റി കുറയണം അല്ലെ. ഓരോ ടൈമിൽ വെലോസിറ്റിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, വീട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഉണ്ട്. സോ എങ്ങനെ വരും, അതിന്റെ XT ഗ്രാഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുന്ന ഇങ്ങനെയായിരുന്നു XT ഗ്രാഫ്. ഈ കേസിൽ എന്താണ്, ആക്സിലറേഷൻ എന്താണ്, നെഗറ്റീവ് ആണ്. ഇവിടെ എന്താണ്, സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, വെലോസിറ്റിയുടെ വാല്യൂ കുറയുന്നതായിട്ട് കാണാം, വെലോസിറ്റി കുറയുന്നതായിട്ട് കാണാം. സോ XT ഗ്രാഫ് ഏതാണ്, ഈ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് നേരെ കൊണ്ടുവന്ന് വെച്ചാൽ മതി, T1 മുതൽ T2 വരേക്കും അല്ലെ. സോ ദിസ് വൺ ലൈക്ക് ദിസ്. സോ നിങ്ങൾക്ക് എന്താണ് XT ഗ്രാഫുമായി ക്ലിയർ ആണല്ലോ. യെസ്. ശരി, ശരിയാണ്. ഇപ്പൊ XT ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ AT എങ്ങനെയായിരിക്കും വരിക, തിരിച്ചിങ്ങനെ പറഞ്ഞാൽ മതി, റിവേഴ്സ് ഗിയർ ഇട്ടാൽ മതി. അതെല്ലാത്തിലും അങ്ങനെ തന്നെയാണല്ലോ. ആ യുക്തി നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ മനസ്സിലുള്ള കാഴ്ചപ്പാട്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണ് കോൺസെപ്റ്റ്. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഈ ഗ്രാഫിന്റെ ഏകദേശം ഒരു ഫുൾ ഐഡിയ തന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിൾ ആയിട്ട് പറയാം, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ നിങ്ങൾക്ക് തരുന്നത് എപ്പോഴെന്തായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും അല്ലെ. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ നിങ്ങൾക്ക് എന്താണ്, ഡിസ്പ്ലേസ്മെന്റിനെയാണ് തരുന്നത്. ഓക്കെ, അത് പിന്നെ വിതൗട്ട് കൺസിഡറിങ് സൈൻ, ഡയറക്ഷനെ കൺസിഡർ ചെയ്യാതെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡിസ്റ്റൻസും, അതല്ല മറ്റതാണെങ്കിലോ വിത്ത് കൺസിഡറിങ് സൈനോട് കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് മാറും. കാരണം ഡിസ്പ്ലേസ്മെന്റ് ഇസ് വെക്ടർ ക്വാണ്ടിറ്റി, മറ്റത് എന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റി എന്നാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ, അത് ആക്ച്വലി VDT ആണല്ലോ, ഇന്റഗ്രേഷൻ ആണല്ലോ എന്താണ് പറയുന്നത്, ഏരിയ എന്ന് പറയും അല്ലെ. VT ഗ്രാഫിന്റെ അല്ലെ കർവിന്റെ ഏരിയ എന്ന് പറയുന്ന ഇന്റഗ്രേഷൻ ആണ്. അത് തന്നെയാണ് എന്തായിട്ട് മാറുന്നത്, ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് മാറും, ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ വെരി ക്ലിയർ. എല്ലാവരും ഇവിടെ നോക്കുക, ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നോ, ദിസ് ഈസ് VT ഗ്രാഫ് അല്ലെ. സോ ഇവിടെ മുതൽ 0 to 4 എന്ന് വിചാരിക്കാം. ദിസ് ഈസ് എന്താണ് 3, ഇതെന്താണ് -3. ഓക്കെ, സോ ഈ ഗ്രാഫിന്റെ ടോട്ടൽ ഏരിയ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും, ടോട്ടൽ ഏരിയ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും, ഡിസ്റ്റൻസിനെയാണ്. ഓക്കെ, ഇപ്പൊ എങ്ങനെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ എടുക്കണം. 1/2 ഓഫ് ദിസ് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ ഏരിയ എന്താ വരിക, 1/2 ഇൻറ്റു എന്താണ്, ബേസ് 2 ആണ്, ഇൻറ്റു ഹൈറ്റ് 3 ആണ്, 3 ആണ് അല്ലെ. സോ എത്ര കിട്ടും, 3 മീറ്റർ എന്ന് എടുക്കാം. ഇത്രയും 3 എന്ന് കിട്ടും. 0 മുതൽ 2 സെക്കൻഡ് വരേക്കും 3 മീറ്റർ ആണ് ട്രാവൽ ചെയ്തത്. 2 മുതൽ 4 വരേക്കുമോ, 2 മുതൽ 4 വരേക്കുള്ള ഏരിയ എന്തായിരിക്കും, 1/2 ഇൻറ്റു എന്താണ്, ബേസ് എന്താ 4 - 2 2 തന്നെ വരും, ഇൻറ്റു ഹൈറ്റ് എന്താണ് -3 ആണ് അല്ലെ, -3. സോ ഇവിടെ നിങ്ങൾ -3 എടുക്കാൻ പാടില്ല, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം. മാഗ്നിറ്റ്യൂഡ് എടുക്കണം. പോസിറ്റീവിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ എന്തായിരിക്കും, പ്ലസ് തന്നെയാണ്. നെഗറ്റീവിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ എന്താവും, അത് പ്ലസ് തന്നെയാവും. അപ്പൊ എന്തായിട്ട് മാറും, -3 യുടെ മാഗ്നിറ്റ്യൂഡ് ബിക്കംസ് 3 ആയിട്ട് മാറും. സോ 3 + 3 എന്തായിരിക്കും, രണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ ഏരിയ എത്ര, 6 മീറ്റർ ആണ് ഇവിടെ അതിന്റെ ഡിസ്റ്റൻസ് ആയിട്ട് പറയേണ്ടത്. ഓക്കെ, എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് പറയേണ്ടത് എന്തായിരിക്കും, 0 മുതൽ 2 വരേക്കും എന്താണോ, യെസ് പോസിറ്റീവ് ആണ് 3. 2 മുതൽ 4 വരേക്കും എന്താണ്, നിങ്ങൾക്ക് കിട്ടുക 1/2 ഇൻറ്റു 2 ഇൻറ്റു -3, ദാറ്റ് ബിക്കോസ് -3 ആണ്. മാഗ്നിറ്റ്യൂഡ് അല്ലാതെ എടുക്കണം അല്ലെ. ഇത് +3 ആണ്, ഇതെന്താണ് നെഗറ്റീവ് ആവുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിട്ട് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. മാഗ്നിറ്റ്യൂഡിനെ ഒഴിവാക്കിയാൽ അതിന് തന്നെയാണ് മൈനസ് തന്നെ കിടപ്പുണ്ടാവും. സോ എന്ത് വരും, ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പർ പാർട്ട് 3, ലോവർ പാർട്ട് എന്തായിരിക്കും, -ൽ വരും. ഓർമ്മോ, യെസ്. സോ +3 -3 ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും എന്നർത്ഥം. 0 ആയിട്ട് മാറും. ഡിസ്പ്ലേസ്മെന്റ് കേസിൽ 0 ആണ്, ഡിസ്റ്റൻസ് എന്താണ് 6 മീറ്റർ ആണെന്ന് മനസ്സിലാക്കേണ്ടി വരും. ക്ലിയർ ആണല്ലോ, യെസ്. ആലോചിച്ച് നിങ്ങൾ ഇപ്പൊ 0 സെക്കൻഡ് തുടങ്ങി എന്ത് ചെയ്തിട്ട് ആദ്യം എന്ത് ചെയ്തു, പുള്ളി വാഹനം എന്ത് ചെയ്തു, വെലോസിറ്റി എന്താണ് കൂട്ടി എന്താണ് 3 മീറ്റർ/സെക്കൻഡിലായി. പിന്നെ വെലോസിറ്റി എന്താണ് കുറച്ചു കൊണ്ടുവന്നു, 2ൽ എത്തുമ്പോൾ 0 ആയി, റെസ്റ്റിലോട്ട് വന്നു. പിന്നെ നേരെ ആദ്യം പോയതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്തു, പുള്ളി എന്ത് ചെയ്തു, ഇങ്ങനെ മൂവ് ചെയ്തു. ഫൈനലി വന്ന് എവിടേക്ക് വന്നെത്തി, റെസ്റ്റിലോട്ടേക്ക് വന്നെത്തി. ഇതാണ് സ്റ്റോറി അല്ലെ, ഇതല്ല സ്റ്റോറി. ഇപ്പൊ ഒരു വാഹനം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നേരെ എതിർദിശയിൽ വരുന്നതിനെയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഈ ആക്സിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്, എതിർദിശയിലാണ് അല്ലെ. നമുക്കറിയാം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നിങ്ങൾക്ക് എന്താണ് സെയിം ആവും എപ്പോ, ഒരേ ഡയറക്ഷനിലാണെങ്കിൽ. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഡിഫറെന്റ് ആയിട്ട് മാറും മാഗ്നിറ്റ്യൂഡിൽ. എപ്പോ, യെസ്, നമ്മുടെ ഡയറക്ഷനിൽ ഒബ്ജക്റ്റിന്റെ ഡയറക്ഷനിൽ ചേഞ്ച് വരുമ്പോഴാണ്. ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നില്ലേ, യെസ്. അപ്പൊ രണ്ട് ഡിഫറെന്റ് വാല്യൂസ് തന്നെ വരുന്നുണ്ട്. സോ 6 മീറ്റർ മറ്റെന്താണ് 0 ആയിട്ട് മാറും. ഓക്കെ, സോ വെരി ക്ലിയർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.